ഞങ്ങളുടെ കൈകൾ തോക്കിൻ കാഞ്ചിയിലാണ്. കരാർ ലംഘിച്ചാൽ നിമിഷങ്ങൾക്കുള്ളിലാവും തിരിച്ചടി. ഇറാന്റെ ദേശീയ സുരക്ഷാ കൗൺസിൽ വെടിനിർത്തൽ കരാറിനു പിന്നാലെ അമേരിക്കയ്ക്കും ഇസ്രായേലിനും നൽകിയ മുന്നറിയിപ്പാണിത്. കാരണം അമേരിക്കയെ, പ്രത്യേകിച്ച് ഇസ്രായേലിനെ ഒട്ടും വിശ്വാസമില്ല കേട്ടോ ഇറാനും. ഏപ്രിൽ 6 അവസാനിച്ച വെടിനിർത്തലിൽ പോലും അവർ കരാർ പൂർണ്ണമായും പാലിച്ചിട്ടില്ല എന്നതുകൊണ്ടാണത്. സത്യത്തിൽ 40 ദിവസം നീണ്ടുനിന്ന ഈ യുദ്ധത്തിനൊടുവിൽ ഇസ്ലാമിക് റിപ്പബ്ലിക്കിനെ തകർക്കാനിറങ്ങിയ അമേരിക്കൻ ഇസ്രായേലി സഖ്യം തങ്ങളുടെ ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ പരാജയം ഏറ്റുവാങ്ങിയിരിക്കുകയാണ്. പാകിസ്ഥാന്റെ മധ്യസ്ഥതയിൽ ഇറാൻ മുന്നോട്ട് വെച്ച ഡിമാൻഡുകൾക്ക് മുന്നിൽ ട്രംപിന് മുട്ടുമടക്കേണ്ടി വന്നു. ഇതൊരു താൽക്കാലിക വെടിനിർത്തലാണെങ്കിൽ പോലും പതിറ്റാണ്ടുകളായി ലോകത്തെ വിരട്ടി നിർത്തിയിരുന്ന അമേരിക്കൻ ഇസ്രായേലി ലോകക്രമത്തിന്റെ തകർച്ചയുടെ തുടക്കം തന്നെയാണിത്. കാരണം ഈ യുദ്ധത്തിൽ ട്രംപും സംഘവും ദയനീയമായി പരാജയപ്പെട്ടിരിക്കുന്നു എന്നതുകൊണ്ട് കൂടിയാണത്. ഇസ്ലാമിക് റിപ്പബ്ലിക്കിനെ തകർക്കുക, ഇറാനിലെ ഭരണമാറ്റം ഉറപ്പിക്കുക എന്നതായിരുന്നു ട്രംപിന്റെ പ്രഖ്യാപിതമായ ലക്ഷ്യം. എന്നാൽ 5 ആഴ്ച പിന്നിടുമ്പോൾ ഇറാന്റെ ഭരണകൂടം കൂടുതൽ കരുത്തോടെ നിലകൊള്ളുന്നു. നിരുപാധിക കീഴടങ്ങൽ ആവശ്യപ്പെട്ട ട്രംപിന് ഇറാന്റെ 10 ഡിമാൻഡുകൾ ചർച്ച ചെയ്യാൻ തയ്യാറായിരിക്കുന്നു. സ്വന്തം ഇംഗിതത്തിനനുസരിച്ച് മാത്രം ലോകത്തെ നിയന്ത്രിച്ചിരുന്ന അമേരിക്കൻ സാമ്രാജ്യത്തെ ധാർഷ്ട്യത്തിന് ഇറാന് മുന്നിൽ തലകുനിക്കേണ്ടി വന്നു എന്നു തന്നെയല്ലേ ഇത് വ്യക്തമാക്കുന്നത്. ഇതിനു പുറമെ നാറ്റോ രാജ്യങ്ങൾ പോലും ഈ വിഷയത്തിൽ അമേരിക്ക കൈവിട്ടിരിക്കുന്നു എന്നതും നാം കാണാതിരുന്നുകൂടാ. ഇറാന്റെ ദീർഘദൂര മിസൈലുകൾ അമേരിക്കയ്ക്കും യൂറോപ്പിനും ഭീഷണിയാണെന്നും അവ നശിപ്പിക്കാനാണ് ഈ യുദ്ധമെന്നും പറഞ്ഞ ട്രംപിന് ഇന്ന് എന്താണ് പറയുവാനുള്ളത്? 13,000-ഓളം വ്യോമാക്രമണങ്ങളെ അതിജീവിച്ച തിരിച്ചടിക്കാനുള്ള ഇറാന്റെ ശേഷിയെ അമേരിക്കയെ തീർച്ചയായും അമ്പരപ്പിച്ചിട്ടുണ്ട്. ഇറാന്റെ മിസൈൽ ശേഖരം നിർവീര്യമാക്കാൻ പോയിട്ട് അതൊന്ന് തൊടാൻ പോലും അമേരിക്കയ്ക്ക് ഇതുവരെയായും സാധിച്ചിട്ടില്ല. യുറേനിയം സമ്പുഷ്ടീകരണത്തിന്റെ കാര്യവും സമാനം തന്നെയാണ്. ഇറാന്റെ ആണവ ശേഖരം ഇപ്പോഴും അവിടെ തന്നെയുണ്ട്. അവർ അത് കൂടുതൽ വേഗത്തിൽ സമ്പുഷ്ടീകരിക്കുകയും ചെയ്യുന്നുണ്ട്. 10 ആവശ്യങ്ങളിലൊന്ന് യുറേനിയം എൻറിച്ച്മെന്റ് തടയരുത് എന്നുകൂടിയാണ് കേട്ടോ. ചുരുക്കത്തിൽ ട്രംപ് എന്തിനു വേണ്ടിയാണോ ഈ യുദ്ധം തുടങ്ങിയത് ആ കാര്യങ്ങളിലെല്ലാം ഇറാന്റെ മേൽക്കോയ്മ അംഗീകരിക്കേണ്ടി വരുന്നു എന്ന അവസ്ഥയിലാണ് ഇപ്പോൾ വൈറ്റ് ഹൗസ് ഉള്ളത്. ഈ യുദ്ധം ലോകത്തിന് നൽകിയ ഏറ്റവും വലിയ തിരിച്ചറിവ് ഇറാന്റെ ഭൗമശാസ്ത്രപരമായ കരുത്തും കൂടിയാണ്. ഹോർമൂസ് കടലിടുക്കിലെ നിയന്ത്രണം ഇപ്പോൾ ഇറാന്റെ കയ്യിലാണ്. ആരുടെയും അധീനതയിൽ അല്ലായിരുന്ന ഹോർമൂസ് ഈ യുദ്ധത്തോടെ ഇറാന്റെ നിയന്ത്രണത്തിലായി മാറിയിരിക്കുന്നു. ഹോർമൂസിൽ ആഴ്ചയിൽ ഒരു കപ്പൽ അപകടത്തിൽപ്പെടുത്തിയാൽ പോലും ലോക സമ്പദ് വ്യവസ്ഥയെ മുട്ടുകുത്തിക്കാൻ തങ്ങൾക്ക് കഴിയുമെന്ന് ഇറാൻ തെളിയിച്ചും കഴിഞ്ഞു. അമേരിക്കയുടെ ഗൾഫ് സഖ്യകക്ഷികളാകട്ടെ തങ്ങളുടെ ആകാശചുംബികളായ കെട്ടിടങ്ങളും ശുദ്ധജല പ്ലാന്റുകളും ഇറാന്റെ ഡ്രോണുകൾക്ക് മുന്നിൽ ഒട്ടും സുരക്ഷിതമല്ലെന്ന തിരിച്ചറിവിൽ ഭയചകിതരായി ഇരിക്കുകയാണ് ഇപ്പോൾ. ഒപ്പം റഷ്യയും ചൈനയും ഇറാനും ചേരുന്ന ഒരു പുതിയ സാമ്പത്തിക ചുതണ്ട് രൂപപ്പെടുന്നു എന്നത് പെട്രോ ഡോളർ സമ്പദ് വ്യവസ്ഥയുടെ തകർച്ചയ്ക്കും വേഗം കൂട്ടുകയും ചെയ്യുന്നുണ്ട്. അതേ, ഈ വെടിനിർത്തൽ അമേരിക്കയുടെ പരാജയവും ഇറാന്റെ രാഷ്ട്രീയ സൈനിക വിജയവും തന്നെയാണ്. ലോകം ഏകധ്രുവ ക്രമത്തിൽ നിന്ന് ബഹുധ്രുവ ക്രമത്തിലേക്ക് മാറിക്കഴിഞ്ഞു എന്ന് ഈ യുദ്ധം പ്രഖ്യാപിക്കുകയാണ് സത്യത്തിൽ.